ഹായ് ഓൾ, CBSE സോഷ്യൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 1922 മുതൽ 29 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം വീണ്ടും ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു ന്യൂ അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള കാരണങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Let us continue with another important topic, the features of civil disobedience movement. അപ്പോൾ 1929 ആയപ്പോഴേക്കും ഗാന്ധിജി ഒരു മാസ് അജിറ്റേഷൻ ബ്രിട്ടീഷ് റൂളിനെതിരെ സ്റ്റാർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കി. Then he started Salt Satyagraha or civil disobedience movement to unite all the sections of India against British rule. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാസ് അജിറ്റേഷൻ ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് സോൾട്ട് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം? അറ്റ് ദാറ്റ് ടൈം ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഹെവി ടാക്സ് ഓൺ ഇന്ത്യൻ സോൾട്ട് ആൻഡ് എ സീരീസ് ഓഫ് സോൾട്ട് ലോസ്. അപ്പോൾ ഇതനുസരിച്ച് ഈ ഒരു സീരീസ് ഓഫ് സോൾട്ട് ലോസ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് ഇന്ത്യക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ സെൽ ചെയ്യുന്നതിനോ ഒന്നിനും ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഒരു സോൾട്ട് കൺസംഷന് വേണ്ടിയിട്ട് തന്നെ ഹെവി ടാക്സ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. സോ ദ സോൾട്ട് ലോസ് മെയ്ഡ് ഇല്ലീഗൽ ഫോർ ഇന്ത്യൻസ് ടു കളക്ട്, പ്രൊഡ്യൂസ് ഓർ സെൽ സോൾട്ട്. ആൻഡ് ഗാന്ധി ഫെൽറ്റ് ഇറ്റ് ആസ് ദ മോസ്റ്റ് ഒപ്രസീവ് ഫേസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ സോൾട്ട് എന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, അല്ലേ? റിച്ച് എന്നോ പുവർ എന്നോ ഒരു വ്യത്യാസം അതിനില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഗാന്ധിജി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിന് ഒരു ലെറ്റർ 11 ഡിമാൻഡ്സ് വെച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗാന്ധിജി ഇർവിനോട് ആവശ്യപ്പെട്ടത് സോൾട്ട് ലോ ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അത് ഒഴിവാക്കണം എന്നാണ്. ബട്ട് ഇർവിൻ ഗാന്ധിയുടെ ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഗാന്ധിജി 1930 മാർച്ച് 12 സോൾട്ട് സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് മുൻപും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നാഷൻ വൈഡ് അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. പക്ഷേ അതിനുശേഷം ഒരു 1922 മുതൽ 29 വരെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു മാസ് അജിറ്റേഷൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാന്ധിജി ഒരു മാസ് അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നോ കോപ്പറേഷൻ വിത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നാണ് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതനുസരിച്ചിട്ട് അവർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങളൊന്നും അതിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലാകട്ടെ ഡിസ്ഒബേയിങ് ഓർ ലോ ബ്രേക്കിംഗ് ആണ് സംഭവിച്ചത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയുള്ള നിയമലംഘന സമരങ്ങൾക്ക് ഗാന്ധിജി തുടക്കം കുറിച്ചത് സോൾട്ട് ലോസ് ലംഘിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് ഉപ്പ് നിർമ്മിക്കാൻ അനുവാദമില്ല എന്ന നിയമം ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി ലംഘിച്ചു. ആൻഡ് ദാറ്റ് വാസ് നോൺ ആസ് സോൾട്ട് സത്യാഗ്രഹ. 1930 മാർച്ച് 12 ഗാന്ധിജി താമസിച്ചിരുന്ന സബർമതി ആശ്രമം, അത് ഗുജറാത്തിലാണുള്ളത്. അപ്പോൾ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും 78 അനുയായികളോടൊപ്പം കാൽനടയായി തുടങ്ങിയ യാത്ര അദ്ദേഹം 24 ദിവസം എടുത്തിട്ട് ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിയത്. അങ്ങനെ ഈ സോൾട്ട് സത്യാഗ്രഹയെക്കുറിച്ചിട്ട് കേട്ട് അറിഞ്ഞ് കുറേ അധികം ജനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുകയും ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് അവർ എല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തു. ദെൻ അവിടെ വെച്ച് ഗാന്ധിജി കടൽ വെള്ളം ബോയിൽ ചെയ്ത് ഉപ്പ് നിർമ്മിച്ച് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന ന്യൂ അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു.
On 6th April, Gandhi violated the salt law by manufacturing salt by boiling seawater, and it marked the beginning of civil disobedience movement. Then, the difference between civil disobedience movement and non-cooperation movement. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രത്യക്ഷത്തിൽ ഉള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ അക്രമം നടന്നിട്ടുണ്ടായിരുന്നില്ല. ചില ഭാഗങ്ങളിൽ മാത്രമാണ് അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസുകൾ തീയിടുകയും നശിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ടു റെഫ്യൂസ് ഓർ ടു ബ്രേക്ക് ദ ബ്രിട്ടീഷ് ലോസ് എന്നായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് നിയമങ്ങൾ ഒക്കെ ലംഘിക്കുക, അതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ തൗസൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ബ്രേക്ക് ദ സോൾട്ട് ലോ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞതനുസരിച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സോൾട്ട് ലോസ്, സോൾട്ട് നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഉപ്പുണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ആസ് ദ മൂവ്മെൻറ്റ് സ്പ്രെഡ് ഫോറിൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ടഡ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ക്ലോത്ത്സ് ബോയ്ക്കോട്ട് ചെയ്തു. ലിക്കർ ഷോപ്സ് വെർ പിക്കറ്റഡ് and peasants refused to pay revenue, chowkidari taxes, etc. Then village officials ഒക്കെ റിസൈൻ ചെയ്തു. ഫോറസ്റ്റ് പീപ്പിൾ വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ്. അപ്പോൾ ഫോറസ്റ്റ് ലോസ് ഇതുപോലെ തന്നെ സോൾട്ട് ലോസ് പോലെ തന്നെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ഒരു നിയമമായിരുന്നു. അപ്പോൾ ഈ ഫോറസ്റ്റ് ലോ അനുസരിച്ച് ജനങ്ങൾക്ക് ഈ ഫോറസ്റ്റിലൊന്നും എൻട്രി ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഫയർവുഡ് കളക്ട് ചെയ്യാൻ പാടില്ല, കാറ്റിൽസിനെ ഗ്രേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾക്ക് എതിരെയൊക്കെ ജനങ്ങൾ തിരിഞ്ഞു. അവർ ഈ ഫോറസ്റ്റ് ലോസും ബ്രേക്ക് ചെയ്ത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. ദെൻ ഇനി ഇങ്ങനെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും വെറുതെ നിന്നില്ല. അപ്പോൾ അവരും ഈ പ്രക്ഷോഭങ്ങളൊക്കെ അടിച്ചമർത്തുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. They began to arrest Congress leaders one by one. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള ലീഡേഴ്സിനെ ഒക്കെ ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അബ്ദുൽ ഗാഫർ ഖാൻ വാസ് അറസ്റ്റഡ് ഓൺ ഏപ്രിൽ 1930. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെതിരെ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹം ഫ്രോണ്ടിയർ ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഏപ്രിൽ മാസത്തിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ വീണ്ടും ജനങ്ങൾ ഈ ബ്രിട്ടീഷ് റൂളിനെതിരെ ആഞ്ഞടിച്ചു. ദെൻ ഗാന്ധിജി വാസ് അറസ്റ്റഡ് ഓൺ മെയ് 1930. അപ്പോൾ കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയതോട് കൂടിയിട്ട് ഗാന്ധിജിയെയും ഇവർ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. ദെൻ ആംഗ്രി ക്രൗഡ്സ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് പേഷ്വർ. മെനി വർ കിൽഡ് ബൈ പോലീസ് ഫയറിംഗ്. അപ്പോൾ ഈ ഗാന്ധിജിയെ കൂടി അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ജനങ്ങൾ കൂടുതൽ അക്രമാസക്തരായി. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇൻ ഷോലാപൂർ അറ്റാക്ക്ഡ് പോലീസ് പോസ്റ്റ്സ്. Then the agitated crowds attacked municipal buildings, police stations, law courts and railway stations. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോലീസ് സ്റ്റേഷൻ, മുനിസിപ്പൽ ബിൽഡിങ്സ്, ലോ കോർട്ട്സ്, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ ഇവർ മെയിനായിട്ട് ആക്രമിക്കാനുള്ള കാരണം ഇതൊക്കെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഒരു സിമ്പലായിട്ട്, ഒരു സൈനായിട്ട് നിലനിന്നിരുന്നത് കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ ആക്രമിച്ചു. ദെൻ വീണ്ടും ഇതിനെതിരെയൊക്കെ ബ്രിട്ടീഷ് റെസ്പോണ്ടഡ് ബൈ ബ്രൂറ്റൽ റിപ്രഷൻ. പീസ്ഫുൾ സത്യാഗ്രഹീസ് വേർ ബീറ്റൺ ആൻഡ് എബൌട്ട് 1 lakh പീപ്പിൾ വേർ അറസ്റ്റഡ്. അപ്പോൾ ഈ ഒരു അക്രമത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും വെറുതെ ഇരുന്നില്ല. അവരുടെ കയ്യിൽ കിട്ടിയ സത്യാഗ്രഹികളെയൊക്കെ അറസ്റ്റ് ചെയ്തു. ജനങ്ങളെയും കുട്ടികളെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. Once again, people forget about non-violence. Again, it has taken the wrong turn. So, Gandhi called off civil disobedience movement in March 5th, 1931. അപ്പോൾ ജനങ്ങൾ വീണ്ടും
ഈ സത്യാഗ്രഹ എന്നുള്ളത് നോൺ വയലൻസിൽ നിന്നും വിട്ടുകൊണ്ട് അക്രമത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കിയ ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1931 മാർച്ച് 5 വീണ്ടും നിർത്തിവെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനുമായിട്ട് ഒരു പാക്റ്റ് സൈൻ ചെയ്യാണ്. ആൻഡ് ദാറ്റ് വാസ് നോൺ ആസ് ഗാന്ധി ഇർവിൻ പാക്റ്റ്. ഈ ഗാന്ധി ഇർവിൻ പാക്റ്റ് അനുസരിച്ച് ഗാന്ധിജി കൺസെൻറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആൻഡ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് എഗ്രീഡ് ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് അബൌട്ട് 1 lakh ഓഫ് പീപ്പിൾ ആണ് ജനങ്ങളെയാണ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗാന്ധി ഇർവിൻ പാക്റ്റ് അനുസരിച്ച് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് ബ്രിട്ടനിലേക്ക് പോകാമെന്നും അതുപോലെ തന്നെ ഇതിന് പകരമായി ഗവൺമെൻറ് ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയൊക്കെ വിട്ടയക്കാമെന്നും ഉള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതനുസരിച്ച് ഡിസംബർ 1931 ഗാന്ധിജി വെൻറ്റ് ടു ലണ്ടൻ ഫോർ ദ കോൺഫറൻസ്. അപ്പോൾ പക്ഷേ ഈ ഗാന്ധിജി ലണ്ടനിലേക്ക് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര റിസൾട്ട് ലഭ്യമായില്ല. ഗാന്ധിജി മുന്നോട്ട് വെച്ച പല തീരുമാനങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചില്ല. സോ ഗാന്ധിജി വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. ഹി കെയിം ടു ഇന്ത്യ. ദെൻ when Gandhi came back to India, he realized that the government has started a new cycle of repression. അപ്പോൾ ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടുന്ന് പോകുന്നത് പോലെയുള്ള സ്ഥിതിഗതികളൊന്നും ആയിരുന്നില്ല വരുന്ന സമയത്ത്. ഖാഫർഖാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു വേർ ഇൻ ജയിൽ. അപ്പോൾ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയൊക്കെ വിട്ടയക്കാമെന്ന്. പക്ഷേ ഗാന്ധിജി തിരിച്ചെത്തുമ്പോഴും പ്രോമിനൻറ്റ് ലീഡേഴ്സായിട്ടുള്ള ഖാഫർഖാൻ അതുപോലെ ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ജയിലിലായിരുന്നു. മാത്രമല്ല ദ കോൺഗ്രസ് പാർട്ടി ഹാഡ് ബീൻ ഡിക്ലെയർഡ് ആസ് ഇല്ലീഗൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു ഇല്ലീഗൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിച്ചു. മെഷേഴ്സ് ഹാഡ് ബീൻ ഇമ്പോസ്ഡ് ടു പ്രിവെൻറ്റ് മീറ്റിംഗ്സ്, ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് ബോയ്ക്കോട്ട്സ്. പബ്ലിക് മീറ്റിങ്ങുകൾ, ഡെമോൺസ്ട്രേഷൻസ്, ബോയ്ക്കോട്ട്സ് അതൊക്കെ ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വീണ്ടും റീലോഞ്ച് ചെയ്യാണ് ഉണ്ടായത് 1932. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്ര ഒരു ജനപിന്തുണ 1932 ശേഷം ഈ ഒരു മൂവ്മെൻറ്റിന് ലഭിച്ചില്ല. 1934 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുകയും അദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. നൗ വി വാണ്ട് ടു ഡിസ്കസ് ദ അനദർ സെക്ഷൻ, ഹൗ ദ പാർട്ടിസിപ്പൻസ് സോ ദ മൂവ്മെൻറ്റ്. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് എങ്ങനെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനെ നോക്കിക്കണ്ടത് 1932 മുൻപും അതിനുശേഷം 1932 ശേഷവും ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാനുള്ളത്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.